ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്പനയിലിൽ കണ്ട ശ്രീ മഹാദേവന് ധാര എപ്രകാരമാണ്, അതായത് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ധാര എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് രണ്ട് തരത്തിലുണ്ട്, ജലധാരയുണ്ട്, ഇളനീർ ധാരയുണ്ട്. മഹാദേവൻ്റെ അനുഗ്രഹാശിസ്സുകൾ പൂർണ്ണമായും നമുക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു വഴിപാട് തന്നെയാണ് ധാര എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ മഹാദേവ ഭക്തർക്ക് ദേഷ്യം വരുന്നുണ്ടാവും, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് എന്നാവും. എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ധാര നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ, അല്ലെങ്കിൽ വലിയൊരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് മഹാദേവ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കത് സാധിപ്പിച്ച് അങ്ങ് തരണം എന്ന് പറഞ്ഞ് ആദ്യം പ്രാർത്ഥിച്ചിട്ട് ധാര നിങ്ങൾക്ക് വഴിപാടാക്കാം. അതായത് 7 ധാരയാണ് വഴിപാടാക്കുന്നതെങ്കിൽ ആദ്യത്തെ, അതായത് തിങ്കളാഴ്ച ദിവസം, ഇന്നിപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ വീണ്ടും അടുത്ത തിങ്കൾ, അങ്ങനെ 7 തിങ്കളാഴ്ച ചെയ്യാം. അതല്ല 12 തവണയാണ് ധാര നടത്തുന്നതെങ്കിൽ മാസത്തിൽ നമ്മുടെ ജന്മനക്ഷത്രം വരുമല്ലോ, ആ ദിവസം ചെയ്യാം. ഇനി 21 പ്രേക്ഷകരുടെ സൗകര്യം അനുസരിച്ച് തിങ്കളാഴ്ചയോ ഓരോ തിങ്കളാഴ്ച അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മാസത്തിലായിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടിയുണ്ട് പ്രദോഷ പൂജയെക്കുറിച്ച്. അത് അടുത്ത ശിവോഹൻ ചിന്നു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ധാര എല്ലാവരും നടത്തിക്കോളൂ. ധാരയ്ക്ക് അധികം പൈസയൊന്നുമില്ല, കുഞ്ഞു പൈസയെ വരുള്ളൂ ധാരയൊക്കെ നടത്താൻ. എന്നാൽ അതിശ്രേഷ്ഠമായ വഴിപാടാണ് നമ്മുടെ മഹാദേവനല്ലേ. അതായത് ഭോലേനാഥനാണ് നമ്മുടെ മഹാദേവൻ എന്ന് പറഞ്ഞാൽ എന്താണോ പറയുന്നത് അത് സാധിപ്പിച്ച് തരുന്ന ദേവനാണ് കേട്ടോ നമ്മുടെ മഹാദേവൻ. അപ്പം ധാര ചെയ്തോളൂ, എല്ലാവരും ആഗ്രഹം സാധിച്ചോളൂ, തീർച്ചയായിട്ടും നടന്നിരിക്കും കേട്ടോ. അതിവിശേഷമാണ് ധാര എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്